പാകിസ്ഥാനിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. പാകിസ്ഥാനിലെ ഈ പ്രക്ഷോഭങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യമുള്ള അവിടെ പട്ടാള ഭരണമാണ്. പട്ടാളം അറിയാതെ അവിടെ ഒരു ഭരണ സംവിധാനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾ പ്രധാനമന്ത്രിയായൊരു മന്ത്രിസഭ രൂപീകരിച്ചാൽ അതിനെ പിറ്റേ ദിവസം പുറത്താക്കാൻ കഴിയുന്ന തരത്തിലുള്ള ശേഷി ആ പട്ടാളത്തിന്, പാകിസ്ഥാനിലെ പട്ടാളത്തിന്, എക്കാലവും പട്ടാളം തന്നെയാണ് അവിടെ ഭരണ സംവിധാനങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. പക്ഷേ അവിടെ ഇപ്പോൾ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. ഈ പ്രക്ഷോഭത്തിന് പിന്നിൽ ആരാണ്, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ നമുക്ക് പല സമയങ്ങളിലായി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും അതിൻ്റെ വിശദ വിവരങ്ങളൊന്നും നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. അവിടെ നടക്കുന്ന പ്രക്ഷോഭങ്ങളുടെ പിന്നിൽ ഇന്ത്യയുടെ പങ്കുണ്ട് എന്ന് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിപ്പോൾ വെളിച്ചത്ത് വരികയാണ്. ഇന്ത്യ ഒരു വലിയ പങ്ക് അവൾ വഹിക്കുന്നുണ്ട്, ഇന്ത്യ പണി തുടങ്ങി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്ന് പാകിസ്ഥാൻ വളരെ കാലം കൊണ്ടേ ആരോപിക്കുന്നുണ്ട്. ഇന്ത്യ സമ്മതിച്ചു കൊടുത്തിട്ടില്ല. ഏതായാലും ഇന്ന് ഹരിയാന കാശ്മീർ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. ഹരിയാനയിൽ BJP വീണ്ടും തിരിച്ചു വന്നു. കാശ്മീരിൽ BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ്. നാളെ കാലത്തെ ആര് ഭരിച്ചാലും കാശ്മീർ ഭരിക്കാൻ പോകുന്നത് അമിത്ഷായാണ്. കാരണം ഈ ലെഫ്റ്റനന്റ് ഗവർണറുടെ ഭരണമാണല്ലോ ഇവിടെ നടക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ പൂർണ്ണ പദവി ഇല്ലാത്ത സംസ്ഥാനമാണല്ലോ ഈ. അപ്പം അവിടുത്തെ അങ്ങനത്തെ ഒരു അധികാരത്തിലാണ്. അപ്പം കാശ്മീർ പ്രചരണമായിട്ട് മോദി പറഞ്ഞത്, കാശ്മീരിൽ വിഷയമുണ്ടാക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാൻ, അല്ലെങ്കിൽ അവരെ ഇവിടോട്ട് ഭീകരരെ കടത്തിവിടുന്ന പാകിസ്ഥാൻ, ഈ ഭീകരരുടെയും പാകിസ്ഥാൻ്റെയും ചക്രശ്വാസം വലി, അതായത് അവസാന ശ്വാസം വലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിവിദൂരമല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുമായാലും മോദി അങ്ങനെ പറഞ്ഞു. നമ്മൾ ഇന്നലെ കാണുന്നതെന്ന് പറഞ്ഞാൽ കറാച്ചിയിൽ ഏറ്റവും വലിയൊരു സ്ഫോടനം. ആ സ്ഫോടനം ബലൂചിസ്ഥാൻ ഭീകരവാദികൾ ഏറ്റെടുക്കുന്നു. അവർ ലക്ഷ്യം വയ്ക്കുന്നത് ചൈനക്കാരെയാണ്. ഇപ്പം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ നിരന്തരം ആ അറ്റാക്ക് നടക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പരിശോധിക്കുമ്പോൾ ചൈനക്കാർ ഒരു 10-200 പേര് അവിടെ മരിച്ചിരിക്കുന്നു. അതായത് ചൈനയ്ക്കെതിരെ കൃത്യമായ പ്രക്ഷോഭം, ജാതിമത ഭേദമന്യേ എല്ലാവരും ഏറ്റെടുത്ത് പോകുന്ന ഒരവസ്ഥയാണ് പാകിസ്ഥാനിലുള്ളത്. അതിനകത്ത് പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ, ഷാൻഹായ് ഉച്ചകോടി നടക്കുന്ന സമയമാണ്. ഈ സമയത്ത് പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വിമാനത്താവളം പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു രാജ്യമായിട്ട് ലോകത്ത് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ബലൂചിസ്ഥാൻ ഭീകരവാദികൾ തയ്യാറായതാണ് ഈ ഒരു സ്ഫോടനത്തിന് കാരണം. ഈ ഒരു സ്ഫോടനം നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചൈനയുടെ ഒരു പവർ പ്ലാന്റുമായിട്ടനുബന്ധിച്ച് പവർ പ്ലാന്റ് ജോലി ചെയ്യുന്ന ചൈനക്കാർ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ വാഹന വ്യൂഹങ്ങൾ പാർക്ക് ചെയ്യുന്നിടത്ത് ഒരാൾ പൊട്ടിത്തെറിക്കുകയാണ്. അത് ടാങ്കർ ലോറിയുടെ അവിടെ. അപ്പം ആ പൊട്ടിത്തെറിയുടെ ആഘാതം അറിയാമല്ലോ. ടാങ്കർ ലോറിക്ക് പൊട്ടിത്തെറിക്കുമ്പോൾ പിന്നെ എല്ലാ വാഹനങ്ങളും തീ പിടിച്ച് മുന്നോട്ട് പോയി. അപ്പം അവിടുത്തെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ പല മേഖലകളും ഇപ്പം പലതായിട്ട് വിഭജിച്ചു പോകുന്ന രീതിയിലേക്ക് പോവുകയാണ്. പഞ്ചാബ് സിന്ധ് മേഖല, അവിടുത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഖാലിസ്ഥാൻവാദികളുണ്ട്. രണ്ടാമത് IS-ന്റെ നിയന്ത്രണത്തിലാണ് ആ മേഖല. പറഞ്ഞത് അത് അവർക്ക് സ്വതന്ത്രമാക്കി കിട്ടിയാൽ കൊള്ളാമെന്നുള്ള രീതിയിലേക്ക് പോകുന്നു. അല്ലാതെ ഖാലിസ്ഥാൻവാദിയും IS-ഉം ആയിട്ടുള്ള ഒരു ടൈപ്പ് അറിയാമല്ലോ. ഇന്ത്യയിൽ ചില പ്രക്ഷോഭങ്ങൾ നടത്തുന്നതിന് വേണ്ടി പോലും, അല്ലെങ്കിൽ അതിന് IS-ന്റെ സഹായം ഖാലിസ്ഥാൻവാദികൾ കിട്ടുന്ന രീതിയിലുള്ള വാർത്തകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ഈ പ്രദേശത്തെ ഭരണം ഇവർ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ അത് വിഭജിച്ച് കൊണ്ടുപോകാൻ തീരുമാനിക്കുമ്പോൾ ഇവർ തമ്മിൽ മത്സരം ഉണ്ടാവുമെന്ന് മാത്രം നോക്കിയാൽ മതി. അതുപോലെ തന്നെ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന, അത് ഇന്ത്യ സ്വാതന്ത്ര്യമായപ്പോൾ, പാകിസ്ഥാൻ സ്വാതന്ത്ര്യമായപ്പം സ്വതന്ത്രമായിട്ട് നിന്നൊരു സ്ഥലമാണ്. ഈ പറഞ്ഞതുപോലെ പിടിച്ചെടുത്താൽ നമുക്ക് വേണേൽ പിടിച്ചെടുക്കാം. മനസ്സിലായി? അന്ന് അവരുടെ കൂടെ പിടിച്ചെടുത്തിട്ട് ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്ന് തൊട്ടേ അവരെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ധാതുസമ്പന്നമായ പ്രദേശമാണ്. അതല്ല, ഇവർ വന്നിട്ട് ഈ സിന്ധിൽ നിന്നും പഞ്ചാബിൽ നിന്നുള്ള ആളുകളാണ് അതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഇവർക്ക് അവിടെ റോളൊന്നുമില്ല. മാത്രമല്ല അവിടെ ആൾക്കാർ എണ്ണത്തിൽ കുറവാണ്. പ്രദേശം ഏരിയ കൂടുതലുണ്ടല്ലേ, എണ്ണത്തിൽ കുറവ്. മാത്രമല്ല ഇവർ നമ്മുടെ ഈ പറയത്തില്ലേ, ഈ ആദിവാസി അങ്ങനത്തെ ഒരു ഗോത്രവർഗ വിഭാഗമാണ്. അപ്പം മാത്രവുമല്ല ജോണ, ഏറ്റവും നിഷ്ഠൂരമായിട്ടുള്ള ഒരു കാര്യം അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഈ ഗ്രഹനാഥന്മാരെയും കുഞ്ഞുങ്ങളെയൊക്കെ ഈ ചൈന ലോബി, എന്ന് വെച്ചാൽ ചൈന ലോബിയോട് കൂടിക്കൊണ്ട് അവയവലോബി കൂടിക്കൊണ്ട് പാകിസ്ഥാനിൽ പട്ടാളക്കാരുടെ സഹായത്തോടു കൂടി അവിടുന്ന് കടത്തുക. മനുഷ്യക്കടത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൈനയാണല്ലോ ഏറ്റവും കുറഞ്ഞ അളവിൽ അവയവ
മാറ്റിവെക്കുന്ന രാജ്യമായിട്ട് മാറിയിരിക്കുന്നത്. ഇവിടുന്ന് ഇങ്ങനത്തെ അവയ ലോബി ഉണ്ടല്ലോ, ചൈനയുടെ കെയർ ഓഫുള്ള അവയ ലോബി, അത് ഒരു രാജ്യത്തിൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന പട്ടാളത്തിൻ്റെ കെയർ ഓഫിൽ. ഇപ്പോൾ പല വീടുകളിലും കുഞ്ഞുങ്ങളെ കാണുന്നില്ല, ഗൃഹനാഥന്മാരെ കാണുന്നത് റിപ്പോർട്ട് ചെയ്തിട്ട് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് യാതൊന്നുണ്ടാകുന്നു. അതായത് അത്തരത്തിൽ ക്രൂരമായിട്ട് ഇവരും പാകിസ്ഥാനികളും ഇവരുമായിട്ട് ജീവിത രീതിയിലും അല്ലെങ്കിൽ ഇവരുടെ രീതികൾ തമ്മിൽ യാതൊരു പൊരുത്തപ്പെടുന്നില്ല. വേർതിരിച്ച് ഭാഗമാക്കിയെങ്കിൽ പോലും വേർതിരിച്ചാണ് കാണുന്നത്. ഇപ്പം ഈ ബലൂചിസ്ഥാൻ ഭീകരവാദികൾ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനെതിരായിട്ടാണ്. പാകിസ്ഥാനെതിരായിട്ട് നിൽക്കുക മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഭീകരപ്രവർത്തനം ഇപ്പോൾ പാകിസ്ഥാനെ നടത്താൻ തയ്യാറായി നിൽക്കുന്നതും ചാവേറായിട്ട് പല ഘട്ടങ്ങളിലും പലയിടത്തും അവതരിക്കുന്ന ഭീകരവാദികളെന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഞാനീ പറഞ്ഞ ഞാൻ ഭീകരവാദികൾ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ ഭാഷയിലെ ഇപ്പൊ അവിടെ അതെ മനുഷ്യാവകാശ ലംഘനം അവിടെ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി അവർ പോരാടുക. കാരണം അവരുടെ ജീവൻ പോയാലും അവർ ഇത് നടത്തുന്നവരെ ഇല്ലായ്മ ചെയ്യുന്നുള്ള. അപ്പോൾ അവർ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ സ്ഫോടനം ഏറ്റെടുത്തത്. അപ്പോൾ ഞാനീ പറഞ്ഞ അതൊരു പ്രവിശ്യമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? കാരണം ഇവർക്ക് തടയാൻ പട്ടാളക്കാർക്ക് പോലും ഇപ്പോൾ ബലൂചിസ്ഥാൻ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന പോരാളികളോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പാകിസ്ഥാൻ പട്ടാളത്തിന് പോലും സാധിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ ആ ഒരു മേഖല അങ്ങനെ. പിന്നെ ഈ നമ്മുടെ ഈ അഫ്ഗാൻ മേഖലയിൽ ഈ ഒരു പ്രവിശ്യയുണ്ട്. ആ പ്രവിശ്യ അഫ്ഗാൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനെ കൊണ്ടുവന്നതിനകത്ത് പാകിസ്ഥാന് വലിയ കൈയുണ്ട്. ഇമ്രാൻഖാനാണ് അന്ന് അതിന് ഏറ്റവും കൂടുതൽ ചരട് വലിച്ചതെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പക്ഷേ അവർക്ക് ഈ നമ്മുടെ ഈ പാക് അധിനിവേശ കാശ്മീർ ഉണ്ടല്ലോ, അതിനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ പ്രദേശമുണ്ട്. ഈ പ്രദേശം അവർക്ക് വേണമെന്നും പറഞ്ഞുകൊണ്ട് ആ പ്രദേശത്തെ ജനങ്ങൾ അതിൻ്റെ കൂടെ പോകുന്നതിന് താല്പര്യമായിട്ട് നിൽക്കുകയാണ്. അതായത് ഈ പറഞ്ഞു വരുമ്പോൾ ഏകദേശം പാകിസ്ഥാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ ഒരു 4 or 5 ആയിട്ട് വിഭജിച്ചു പോകാൻ താല്പര്യത്തിൽ അവിടുത്തെ ജനങ്ങൾ നിൽക്കുകയാണ്. ഇതിനെല്ലാം പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ചൈനയുടെ ആവശ്യമില്ലാത്ത ഇൻവോൾവ്മെൻറ്റ്, ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി ചൈന അതിനകത്തൊരു കോറിഡോർ വരുന്നുണ്ട്. മനസ്സിലായല്ലോ? ഈ സാമ്പത്തിക ഇടനാഴി വരുന്നുണ്ട്. ഈ സാമ്പത്തിക ഇടനാഴിക്ക് അന്നുതൊട്ട് ജനം പ്രക്ഷോഭത്തിലാണ്. 2004 തൊട്ട് ആഭ്യന്തര കലകം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാമ്പത്തിക ഇടനാഴി ബലൂചിസ്ഥാൻ ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഇറങ്ങി അവിടുത്തെ ജനങ്ങൾക്ക് താല്പര്യമില്ല ഈ സാമ്പത്തിക ഇടനാഴിയോട്. ചൈന അവിടെ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ എനിക്കൊന്ന് ബലൂചിസ്ഥാനിലാണെന്ന് തോന്നുന്നു ഈ തുറമുഖമോ അങ്ങനെ ഏതോ, അത് ശരിയല്ലെങ്കിൽ കറക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിനകത്തെല്ലാം വലിയ ജനങ്ങൾ എതിരാണ്. അതായത് പാകിസ്ഥാൻ ഈ പാകിസ്ഥാനകത്ത് നടക്കുന്ന ആഭ്യന്തര കലഹങ്ങൾക്കെല്ലാം കാരണം ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമാണെന്ന് പാകിസ്ഥാൻ ഗവൺമെൻറ് ആരോപിക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെ ആരോപിച്ചിട്ട് കാര്യമല്ല ഉണ്ടോ? പാകിസ്ഥാൻ ആരാ ഭരിക്കുന്നത്? പട്ടാളമാണോ? അൽഖ്വയ്ദയാണോ? IS ആണോ? രാഷ്ട്രീയ പാർട്ടിയാണോ? എന്തൊരു അരാജകത്വമാണെന്നറിയോ? അതായത് നാളെ കാലത്ത് ഈ ലോകത്ത് ഈ രാജ്യം ഛിന്ന ഭിന്നമായി പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പാകിസ്ഥാൻ 4 or 5 ആയിട്ട് വിഭജിച്ചു പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം, അവിടെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. വിവിധ മേഖലയിലായിട്ടുള്ള വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ, അത് അൽഖ്വയ്ദയുടെ നേതൃത്വത്തിലായാലും ഈ പറയുന്ന പഞ്ചാബിലെ ഖാലിസ്ഥാൻവാദികളുടെ നേതൃത്വത്തിലായാലും ഈ പറയുന്ന ബലൂചിസ്ഥാൻവാദികളുടെ നേതൃത്വത്തിലായാലും അഫ്ഗാൻ്റെ സഹായത്തോടു കൂടി ഒരു പ്രദേശം പിടിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ ഒക്കെ തന്നെയും അവിടെ നടക്കുന്നുണ്ട്. അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. വേറെ കാര്യം, കാരണം ലോകത്ത് ഇപ്പം ആണവായുധമുള്ള രാജ്യം പാകിസ്ഥാനാണ്. ഇപ്പം ഒരു ആണവായുധം കൈകാര്യം ചെയ്യുന്ന രാജ്യം എന്ന് പറയുമ്പോൾ അത് പക്വമായിട്ടുള്ള രാജ്യം, ഇന്ത്യക്ക് അല്ലെങ്കിൽ റഷ്യ, അതുപോലെ അമേരിക്ക, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ കയ്യിൽ പോലും ഔദ്യോഗികമായിട്ടുണ്ടോ? ഇസ്രായേലിൻ്റെ കയ്യിലുണ്ടാവും, അമേരിക്ക. അപ്പോൾ ഇങ്ങനെ പക്വമല്ലാത്ത രാജ്യങ്ങൾ അല്ലെങ്കിൽ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ കയ്യിൽ ആണവായുധം പോലെയുള്ള ആയുധങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ചെന്നെത്താൻ സാധ്യതയുള്ള രാജ്യങ്ങൾക്ക് ഇത് അനുവദനീയമല്ലല്ലോ, രാജ്യത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു നിയമം അനുസരിച്ച്. പാകിസ്ഥാനിൽ ഇപ്പോൾ ആണവായുധമുണ്ട്. പാകിസ്ഥാനിലെ ആണവായുധം പാകിസ്ഥാൻ ഈ രീതിയിൽ വിഭജിച്ച് പോകാൻ സാധ്യതയുള്ള ഒരു രീതിയിലേക്ക് പോകുന്നതുകൊണ്ട് ലോക രാജ്യങ്ങൾ ഇടപെട്ട് പാകിസ്ഥാനിലെ അണുവായുധങ്ങൾ നിർവീര്യമാക്കാൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ അണുവായുധം കയ്യിൽ വെച്ചിരിക്കാൻ അനുവാദമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ചിലപ്പം തീരുമാനിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. കാരണം ഇങ്ങനെ നേരത്തെ പല രാജ്യങ്ങൾ, ആഫ്രിക്ക ചില രാജ്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതായത് നാളെ കാലത്ത് ഈ രാജ്യങ്ങൾ നാല് വഴിക്ക് പോവുകയും ഈ രാജ്യത്തിൻ്റെ പരമപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തിന് കൺട്രോൾ ചെയ്യാൻ പോകുമ്പോഴാണല്ലോ രാജ്യത്ത് പ്രക്ഷോഭം ഉണ്ടായിട്ട് രാജ്യം അന്യാധീനപ്പെട്ടു പോകുന്നത്. പലരുടെ പ്രവിശ്യമായിട്ടും പലരുടെ രീതിയായിട്ടൊക്കെ പോകുന്നത്. അപ്പോൾ വരുമ്പോൾ ആരുടെ കയ്യിൽ പോകുമെന്ന് അറിയാൻ പറ്റുമോ? IS-ൻ്റെ കയ്യിലോട്ട് ആയുധം കിട്ടിയെങ്കിരിക്കും. ബലൂചിസ്ഥാൻ അല്ലെങ്കിൽ അതിനെ
ഭാഗമായിട്ട് നിൽക്കുന്നവരുടെ കയ്യിലോട്ട് ആയുധം കിട്ടാൻ എങ്ങനെ ഇരിക്കും? അല്ലെങ്കിൽ ഖാലിസ്ഥാൻവാദികളുടെ കയ്യിലോട്ട് ഈ ആണവായുധം കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ ആ രീതിയിലേക്ക് പോലും ലോകം ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. അതായത് നരേന്ദ്രമോദിയോടും ഇന്ത്യയെ ഛിന്നഭിന്നമാക്കുന്നതിനും കാശ്മീരിനെ ഛിന്നഭിന്നമാക്കുന്നതിനും 4-5 ഊച്ചാളികളെ പറഞ്ഞു വിട്ട് വെടിവെപ്പ് നടത്തുമ്പോൾ ആ രാജ്യത്തിനകത്ത് മൊത്തവും രാജ്യത്തെ ചിതറിക്കാൻ വേണ്ടിയുള്ള സംവിധാനവുമായിട്ട് ആ രാജ്യത്തിനകത്തെ ആൾക്കാർ പോവുകയാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാൻ പറയുന്നത് ഞങ്ങൾ ഇന്ത്യയുടെ കൂടെ പൊക്കമാണ്. അതുപോലെ പാക് ഓക്കുപ്പൈഡ് കാശ്മീരിൽ അവിടെ പട്ടാളത്തിൻ്റെ സാധനം ഉണ്ടെന്നേ ഉള്ളൂ, അത് പാകിസ്ഥാൻ്റെ ഭാഗമല്ല. അവിടുത്തെ ആൾക്കാരും പറയുന്നത് നമ്മൾ ഇന്ത്യയുടെ ഭാഗമായിക്കോളാം. ഇതിനകത്ത് പല ഗ്രൂപ്പുകൾക്കകത്തും തീവ്ര ഗ്രൂപ്പുകളല്ലാത്തവരെല്ലാം ബലൂചിസ്ഥാൻ എന്നോട്ട് ഇന്ത്യയുടെ ഭാഗമായിട്ട് ആവാൻ നിൽക്കുകയാണെന്നറിയാം. അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമാകുന്നതിനോട് അവർക്ക് താല്പര്യം, സ്വതന്ത്ര രാജ്യമൊന്നും വേണമെന്നില്ല, താല്പര്യം. അപ്പം ഈ രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്, മനസ്സിലാവുന്നത്. അപ്പം അതിനകത്ത് ഇന്ത്യ പ്രവർത്തിക്കുന്നില്ല എന്ന് നമ്മൾ ഔദ്യോഗികമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, നമുക്കൊന്നും അറിയത്തില്ല. ആ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളാണ്. ആ രാജ്യത്തിനകത്ത് വിഷയങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കുഴപ്പം ആ രാജ്യത്തിനകത്തെ ഭരണാധികാരികളാണ്. ഒരു രാജ്യം വൃത്തിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഭരണാധികാരികളുടെ കുഴപ്പമാണ്. അതിന് വേറെ രാജ്യത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ ഇവിടെ ഇപ്പം പാകിസ്ഥാനികളെ പറഞ്ഞു വിടുന്നു, ഭീകരവാദികളെ പറഞ്ഞു വിടുന്നു, വിഷയം ഉണ്ടാക്കുന്നതിന് വ്യക്തമായ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ രാജ്യത്ത് നിങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ രീതിയിൽ പാകിസ്ഥാൻ പോകുമ്പോൾ ഇന്ത്യയിൽ കാശ്മീർ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഭീകരൻ കയറി വന്നാൽ ആ ഭീകരനെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് അവനെ ഇല്ലായ്മ ചെയ്യുന്നതിനും, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏത് ഭാഗത്ത് ഒരു ഭീകരൻ ചലിച്ചാൽ അവനെ അന്നേരം പിടിച്ചിടുന്ന അവസ്ഥയിലും ഭരിച്ചുകൊണ്ട് പോകുന്ന ഒരു മഹാരാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്തോടാണ് പാകിസ്ഥാൻ കളിക്കാൻ വന്നിരിക്കുന്നത്. ഏതായാലും കാത്തിരുന്ന് കാണാനൊന്നുമില്ല. കാത്തിരുന്ന് കാണാൻ പോകുന്ന കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് ഇന്ത്യയിൽ നരേന്ദ്രമോദിയോടും ഇന്ത്യയോടും കളിക്കാൻ വന്ന പാകിസ്ഥാൻ നാളെ കാലത്ത് ആ പേര് പോലും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് 4ഓ 5ഓ ആയിട്ട് വീഴ്ച പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.